ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം ഉടൻ നൽകും. ഹൈക്കോടതിയിൽ നിന്ന് കേസ് ഡയറി കിട്ടിയാലുടൻ കുറ്റപത്രത്തിന് അന്തിമ രൂപം നൽകും. ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തി തന്നെയായിരിക്കും കുറ്റപത്രം. അന്വേഷണത്തിൽ പിഴവില്ലെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെയും നിരീക്ഷണം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ നടന്ന അന്വേഷണത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അപാകതകളൊന്നും പറയാത്ത സാഹചര്യത്തിലാണ് ഉടൻ കുറ്റപത്രം നൽകാൻ പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. കേസ് ഡയറി ഹൈക്കോടതിയിലാണ്. ഇത് ചൊവ്വാഴ്ച തന്നെ വാങ്ങാനാണ് ശ്രമം. കേസ് ഡയറി കിട്ടിയാലുടൻ കുറ്റപത്രം തയ്യാറാക്കുന്ന നടപടികളിലേക്ക് കടക്കും. നിലവിൽ കുറ്റപത്രം നൽകുന്നതിനും നിയമ തടസ്സങ്ങളില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരം നവീൻ ബാബുവിന്റെ മരണത്തിൽ കൂടുതൽ സൂക്ഷ്മതയോടെയുള്ള അന്വേഷണം നടന്നിരുന്നു. DIG GH യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ്, ACP TK രത്നകുമാർ, ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത്. കൊലപാതകമെന്ന കുടുംബത്തിന്റെ പരാതി പരിഗണിച്ചും അന്വേഷണം നടന്നിരുന്നു. ശാസ്ത്രീയമായ എല്ലാ തെളിവുകളും ശേഖരിച്ച അന്വേഷണ സംഘം കൊലപാതകമെന്ന ആരോപണവും തള്ളുന്നുണ്ട്. ഇതിൽ വീണ്ടും സൂക്ഷ്മതലത്തിലുള്ള അന്വേഷണം പൂർത്തിയാക്കിയാവും കുറ്റപത്രം തയ്യാറാക്കുക. കൊലപാതകത്തിനുള്ള സാധ്യതകൾ ഒന്നും അന്വേഷണത്തിൽ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. യാത്രയയപ്പ് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ നടത്തിയ പ്രസംഗത്തിന് അപ്പുറം മരണത്തിന് മറ്റൊരു കാരണവും പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിക്കൊണ്ടു തന്നെയാകും കുറ്റപത്രവും. ADM നവീൻ ബാബുവിന്റെ മൃതദേഹം കണ്ടെത്തിയതു മുതൽ പോലീസ് സ്വീകരിച്ച എല്ലാ നടപടികളും കേസ് ഡയറിയിൽ ഉണ്ട്. അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടെത്തിയ കാര്യത്തിൽ അടക്കം പ്രത്യേക അന്വേഷണ സംഘം ശാസ്ത്രീയ പരിശോധന നടത്തിയിരുന്നു. അന്വേഷണത്തിന്റെ ഓരോ ഘട്ടവും സസൂക്ഷ്മം കേസ് ഡയറിയിൽ വിശദമാക്കുന്നുമുണ്ട്. തൂങ്ങിമരണം എന്നതിന് അപ്പുറത്തുള്ള ഒരു സംശയവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇല്ല. അത്തരം സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടത്തിന് കുടുംബത്തിനും ആവശ്യപ്പെടാൻ അവസരമുണ്ടായിരുന്നു. ആരോപണത്തിൽ മനംനൊന്തുള്ള ആത്മഹത്യ എന്നതിനപ്പുറം മറ്റൊന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ലഭിക്കുന്ന സൂചന. ഒരാഴ്ച കൊണ്ട് കുറ്റപത്രം തയ്യാറാക്കി DIGയുടെ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ സമർപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.